ഹലോ ഡൗട്ടി. ആ ഹലോ, എന്തുണ്ട്? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താണ്, കളി കാണാണോ? അതെ അതെ, എനിക്ക് ഒരു സംശയം. ആ, എന്താ സംശയം? അതെ നോക്കി, ആ കാർലോസ് അടിക്കുന്ന പന്ത്, കാർലോസ് അടിക്കുന്ന പന്ത് അതെന്താ ഇങ്ങനെ വളഞ്ഞു പോണേ? ആ അതോ, അത് അതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. സയൻസ്? എന്താ അതിന്റെ പിന്നിൽ സയൻസ്? അത് പറഞ്ഞുതരാം. ഇത് നോക്കൂ, ഇതൊരു സിലിണ്ടർ, പൈപ്പിന്റെ കഷ്ണം മുറിച്ചെടുത്തിരിക്കുന്നു. അതേ വലുപ്പത്തിൽ ഞാൻ പേപ്പർ ഉപയോഗിച്ച് ഒരു സിലിണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നോക്കൂ, ഇത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചരിഞ്ഞ പ്രതലത്തിൽ കൂടി ഉരുട്ടി വിടാൻ പോവുകയാണ്. ഇങ്ങനെ ഉരുണ്ടു പോകുമ്പോൾ ഇത് പോയി വീഴുന്ന സ്ഥലം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെയാണ് വീണത്. ഇനി അതേ സ്ഥാനത്ത് ഈ പേപ്പർ കൊണ്ടിട്ടുള്ളാക്കിയതാണെങ്കിലോ, അതേ ചരിവ് തന്നെയാണ് ഇങ്ങോട്ട് മറിഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ട് നീങ്ങുന്നു. അങ്ങോട്ട് പോകുന്നതിന് പകരം ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നോക്കൂ, ഒന്നുകൂടി നോക്കൂ. ഇങ്ങോട്ട് ആരോ പിടിച്ച് തള്ളിയതുപോലെയല്ലേ തോന്നിയത്? ആരായും ഇതിനെ പിടിച്ച് തള്ളിയത്? അവിടെയാണ് ഈ മാഗ്നസ് ഫോഴ്സ് പ്രയോഗിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഇത് നോക്കൂ, ഇവിടെ ഈ ബോള് മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. മുന്നോട്ട് വെറുതെ നീങ്ങുകയല്ല, ബോൾ കറങ്ങിക്കൊണ്ടാണ് നീങ്ങുന്നത്. അങ്ങനെ കറങ്ങിക്കൊണ്ട് ബോൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഭാഗത്തുള്ള വായു പിന്നിലേക്ക് സഞ്ചരിക്കും. ഇവിടെ നോക്കൂ, ഇത് ഈ ബോളിൻ്റെ കറക്കത്തിൻ്റെ അതേ ഡയറക്ഷനല്ല, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വായു ഒഴുകുന്നത്. ഇവിടെ ഈ ബോൾ തിരിയുന്ന അതേ ഡയറക്ഷനിലാണ് വായു പിറകോട്ട് ഒഴുകുന്നത്. അപ്പോൾ അവിടെ വായു വളരെ സ്മൂത്തായിട്ട് ഒഴുകുകയും അവിടെ ആ ഭാഗത്ത് മർദ്ദം കുറയുകയും ചെയ്യും. അവിടെ വേഗത കൂടുതലായിരിക്കും, പുറത്തൂടെ ഒഴുകുന്ന വായുവിന് വേഗത കൂടുന്നു, അവിടെ മർദ്ദം കുറയുന്നു. അതേസമയം ഇവിടെ അതിന് ഓപ്പോസിറ്റ് നീങ്ങുന്നത് കാരണം ഇവിടെ മർദ്ദം ഈ ഭാഗത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ബോൾ അങ്ങോട്ട് വളയും. അതാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് ഇതിങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉരുണ്ടുകൊണ്ടിരിക്കുകയും ഇത് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇവിടെ വന്നത് ഇങ്ങനെ തിരിയുമ്പോൾ ഈ മുൻഭാഗത്ത് ഈ ഡയറക്ഷനിലാണ് മുൻഭാഗം തിരിയുന്നത്, പക്ഷേ വായു അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ മർദ്ദം കൂടുകയും ഇതിന് അടിഭാഗത്ത് മർദ്ദം കുറയുകയും ഇതിനെ തള്ളി മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഇതിനാണ് മാഗ്നസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപയോഗിച്ചൊരു കളിപ്പാട്ടം കൂടി നമുക്കൊന്നുണ്ടാക്കിയാലോ? ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 പേപ്പർ ഗ്ലാസ് ആണ്. ഈ 2 പേപ്പർ ഗ്ലാസ്സിനെ ഇത്തരത്തിൽ ചേർത്ത് ഒന്നൊട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നു. എന്നിട്ട് അല്പം കൂടുതൽ നീളത്തിലുള്ള റബ്ബർ വേണം. അതിന് നമുക്ക് ആകെ ഈ ഏറ്റവും വലിപ്പം കൂടിയത് ഇതേ ഉള്ളൂ. അതിനെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് നീളം കൂട്ടിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്, ഈ റബ്ബർ ബാൻഡിനെ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ അത് നമുക്ക് ചുറ്റുന്നു. ചുറ്റിയിട്ട് ഇവിടെയും എന്താ സംഭവിക്കുന്നത്? ഇത് ഈ രീതിയിൽ തിരിയുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പം ഈ രീതിയിൽ അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് തിരികെയും ഇത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ സമയം ഈ അടിഭാഗത്താണ് ഈ എതിരെ വരുന്ന കാറ്റ് അടിക്കുന്നത്. മുകളിൽ കൂടി ഒഴുകുന്ന വായു ഇതിൻ്റെ കറക്കത്തിന് അനുകൂലമായിട്ടാണ്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ മുകൾ ഭാഗം തിരിയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ അടിഭാഗത്ത് സ്വതവേ മർദ്ദം കൂടുകയും മുകൾ ഭാഗത്ത് മർദ്ദം കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിങ്ങനെ തിരിയുന്നത്. ഈ കാർലോസും ഇപ്പോൾ നമ്മൾ ലോകകപ്പ് നടക്കുകയാണല്ലോ. ലോകകപ്പിൽ നമ്മൾ കാണുന്നത് പല കിക്കുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ്
വളഞ്ഞു പോകുന്നത്. അതൊരു പ്രത്യേക ആംഗിളിൽ, പ്രത്യേക വെലോസിറ്റിയിൽ, അതുപോലെ തന്നെ പ്രത്യേക രീതിയിൽ അതിനെ കറക്കി ടേൺ ചെയ്തിട്ടാണ് അത് കിക്ക് എടുക്കുന്നത്. അതങ്ങനെ കിക്ക് എടുക്കുമ്പോൾ അവിടുത്തെ കാറ്റും ഒക്കെ അതിനെ വളരെ പ്രധാനമാണ്. അതൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഓരോ കളിക്കാരനും ആ കിക്ക് എടുക്കുന്നത്. ആ കിക്ക് എടുക്കുമ്പോൾ ആ പ്രത്യേക ഡയറക്ഷനിൽ തിരിയുന്നത് കൊണ്ടാണ് അതിനെ ഈ അന്തരീക്ഷ മർദ്ദമാണ് അതിനെ തിരിച്ച് ഗോളിലേക്ക് എത്തിക്കുന്നത്. ആ ലൗട്ടിക്ക് ഇപ്പൊ സംശയം മാറിയോ? ആ ബോള് എങ്ങനെയാണ് വളഞ്ഞു പോകുന്നതെന്ന് ഇപ്പൊ പിടികിട്ടിയോ? ആ പിടികിട്ടി. ആ ശരി, എന്നാ പുതിയ സംശയങ്ങളുമായി വീണ്ടും കാണാം. ടാറ്റാ.